ഒന്ന് മനസ്സിൽ ഒരുപാട് സാധനങ്ങൾ തമിഴിൽ തന്നെയാണ് അവർ എഴുതി കാണിക്കുന്നത് സബ്ടൈറ്റിലായിട്ട്. അത് ഇംഗ്ലീഷ് എഴുതി കാണിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൺവേ ആണ്. ഈ പറയുന്ന അവർ സംസാരിക്കുന്ന ലാംഗ്വേജ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവർ അതായിട്ട് കൺവേ ആവുന്നത് തമിഴോടെ വേണ്ടത് തമിഴിൽ തന്നെ അത്ര എഴുതി കാണിച്ചിട്ടുള്ളൂ. അതൊന്ന് ഇംഗ്ലീഷ് എഴുതി കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൺവേ ആയാലും തോന്നിയത്. ഒരുപാട് സീൻസ് ഒരുപാടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഫസ്റ്റ് ഹാഫിലൊരു ആദ്യത്തെ ഒരു അരമണിക്കൂറിന് ശേഷമുള്ള ഒരുപാട് സീൻസും ഈ പറയുന്ന മെയിൻ ഇവൻറ്റ് നടക്കുന്നത് വേറൊരു ലാംഗ്വേജിലാണ്. അത് എഴുതി കാണിക്കുന്നുണ്ട്, പക്ഷെ അത് തമിഴിലായിപ്പോയി. നമുക്കത് തമിഴ് എൻഗേജിങ് ആണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് കൊള്ളാം. നമ്മൾ സ്ഥിരം ലാസ്റ്റ് ഇറങ്ങിയ അജിത്ത് പടങ്ങളുള്ള ടെംപ്ലേറ്റ് ഒന്നും അല്ല, വേറൊരു രീതിയാണ്. സ്ലോ പേസിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഥ ഇൻട്രസ്റ്റിംഗ് ആണ്. ഫസ്റ്റ് ഹാഫ് ഇൻട്രമിഷൻ പഞ്ചൊക്കെ കൊണ്ട് നിർത്തിയൊക്കെ നല്ല രസമാണ്. അനിരുദ്ധിന് അങ്ങനെ അനിരുദ്ധിൻ്റെ ഡിഫറെൻറ്റ് ടച്ചാണ്. അനിരുദ്ധിൻ്റെ ഒരു മാസ സാധനമൊന്നുമല്ല, ഭയങ്കര അല്ലല്ല. അനിരുദ്ധിൻ്റെ ഒരു മൂവിക്ക് ആപ്റ്റായിട്ടുള്ളതാണ്. ഭയങ്കര സബ്റ്റിലായിട്ടാണ് ഇത്രയും വരെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻ്റർവൽ പഞ്ചൊക്കെ രസമുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞ ഈ സീൻ അത് എത്ര പേർക്ക് കൺവേ ആവുമെന്ന് എനിക്കറിയാൻ വയ്യ. പറയുന്ന ഒരു സബ് ടൈറ്റിലിൻ്റെ ഇഷ്യൂ ഉണ്ട്. അതിട്ടിരുന്നെങ്കിൽ മൊത്തത്തിൽ ഒരു സബ് ടൈറ്റിൽ ഇട്ടാൽ മതിയായിരുന്നു അല്ലെങ്കിൽ പടത്തിന്. അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അർജുൻ കൊള്ളാം, അർജുൻ രസമുണ്ട്. അത്രയാണ് കൊള്ളാം. ഫസ്റ്റ് ഹാഫ് ഏകദേശം ഒരു ഇൻട്രവേഷൻ പഞ്ച് കൊള്ളാം. ഒരു ഇംഗ്ലീഷ് മോഡലൊക്കെയാണോ? അത് മേക്കിംഗ് തന്നെയാണ് തന്നെ. അജിത്തിന്റെ ലുക്കൊക്കെ രസമുണ്ട്. അങ്ങനല്ല, എന്നാലും രസമുണ്ട്. എൻഗേജിങ് ആണ്. എങ്ങനെയുണ്ട് തമിഴ്? നല്ല ക്വാളിറ്റി ഉണ്ട്. മേക്കിംഗ് വൈസ് നല്ല വിഷ്വൽസ് എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് അതുണ്ട്. ചെറിയൊരു ഷോ ആയിട്ട് വന്നിട്ടുണ്ട്. വേറെ ഭാഷയാണല്ലോ, അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. പക്ഷെ നമുക്ക് കാര്യം മനസ്സിലാവും. ഇൻട്രോയൊക്കെ എങ്ങനെയുണ്ട്? ഇന്റർവെല്ലിലേക്ക് ഇടുവാണ്. ഇംഗ്ലീഷ് പടം ബാഗ് കണ്ടിട്ട് ഗ്രിപ്പിയാണ്. നല്ല കുഴപ്പമില്ല, നല്ല എൻഗേജിങ് ആണ്. സെക്കൻഡ് ഹാഫ് നോക്കിയിട്ട് വേണം. ഇൻട്രോൽ പഞ്ചിക്ക് ഇടുവായിരുന്നു. വെയിറ്റിംഗ് ആണ്, നോക്കാം. ഒരു ഇംഗ്ലീഷ് ഒരു കളർ ടോണൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു ബ്രേക്കിംഗ് ബാഡ് പടം ഓക്കെ, ഒരു ഹോളിവുഡ് ലെവലാണ്, പക്ഷെ നോക്കണം. അല്ല, ഇത് മീൻസ് നമുക്ക് ഭാഷ മനസ്സിലാകാത്ത അങ്ങനത്തെ പ്രശ്നം. ഒരു അവരുടെ സബ് ടൈറ്റിൽ തമിഴാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂസ് ഉണ്ട്. ഇംഗ്ലീഷ് ആക്കിയത് കുറച്ച് ബെറ്റർ ആയിരുന്നു. പിന്നെ അത് തമിഴ്നാട്ടുകാർക്ക് വേണ്ടി ഇറക്കണതായതുകൊണ്ട് നമുക്കിനി പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്.